ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെയാണ് സ്വാഗതം. മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ റിലീസ് ഓഗസ്റ്റ് 29 അറിയിച്ചു. പിന്നെ ചിരഞ്ജീവിയുടെ വിശംബരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബ്യൂട്ടി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള JSS വർദ്ധൻ എന്ന് പറഞ്ഞ ആളുടെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ വിഷുവിൻ്റെ പോസ്റ്റർ ആക്കി. പിന്നെ ചെന്നൈ ഫയൽസ് മുതൽ പക്കം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ റിലീസ് ഓഗസ്റ്റ് 1 അറിയിച്ചു. പിന്നെ സറണ്ടർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസും ഓഗസ്റ്റ് 1 അറിയിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടി സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ നമ്പർ 1 അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വിജയൻ്റെ 25ാമത്തെ പടം ശക്തി തിരുമകം എന്ന് പറഞ്ഞിട്ടുള്ള പടം ആ പടത്തിൻ്റെ റിലീസ് സെപ്റ്റംബർ 5 അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇതിൽ വിജയൻ്റെയാണ് മ്യൂസിക് എന്ന് പഴയ കാലത്തുള്ള സംഭവമായിട്ട് കുറേ പാട്ടുകളൊക്കെ കിട്ടി ഞാൻ സെറ്റാവും. പിന്നെ തലൈവൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ തെലുങ്ക് വെർഷനിലുള്ള പേര് സാർ മേഡം എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ടൈറ്റിൽ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട് തെലുങ്കിലത്തെ. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള സോണി ലിവിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്ന് പറഞ്ഞ 5 ഭാഷകളിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ പടത്തിന്റെ 50 ദിവസം 50 കോടി എന്നുള്ള ലെവലിലൊരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ നോർത്ത് ഇന്ത്യയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് EIA ഫിലിംസ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഒബാമ അയ്യോ രാമ എന്ന പടത്തിന് യൂബാറെ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സിത്താര എന്റർടൈൻമെന്റ്സിന്റെ പ്രൊഡക്ഷൻ നമ്പർ 27 അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്ക് ഇന്ന് 12:15 വരെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട് ഉച്ചക്ക്. പിന്നെ മെട്രോ എന്ന് പറഞ്ഞ പടത്തിന്റെ ത്രൈസ്ത കളക്ഷൻ 27.22 കോടി എന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. പിന്നെ സൂപ്പർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ പടത്തിന്റെ മുന്നായിട്ട് ക്രിസ്റ്റഫർ നോളൻ എടുക്കുന്ന ദ ഒഡീസി എന്ന് പറഞ്ഞിട്ടുള്ള പടം ആ പടത്തിന്റെ ടീസർ പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ദ ഒഡീസി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇറങ്ങാൻ ഒരു വർഷം കൂടി ഉണ്ട്. 2026 ജൂലൈ 17 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ ജോലി LLB 3 ഇതിന്റെ റിലീസ് സെപ്റ്റംബർ 19 എന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ KD എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും 5 മില്യൺ+ വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. യൂട്യൂബിലും ട്രെൻഡിങ്ങിലൊക്കെയാണ്. എന്തായാലും ഓവറായിട്ടുള്ള പരിപാടി തന്നെയാണ്, പക്ഷെ മാർട്ടിൻ പോലെ ഒന്നും ആവില്ല എന്ന് വിചാരിക്കാം. പിന്നെ സൺ ഓഫ് സർദാർ 2 എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ ഇന്ന് വരെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ടൈം എന്നുള്ള അറിഞ്ഞിട്ടില്ല. പിന്നെ D54 ധനുഷിന്റെ 54ാമത്തെ പടം ആ പടത്തിന്റെ ഒരു പോസ്റ്റർ വന്നിരുന്നു. പുറത്തൊഴിലിന്റെ ഡയറക്ടറാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ വിഘ്നേഷ് രാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പോസ്റ്റർ ഗംഭീര പോസ്റ്റർ തന്നെയായിരുന്നു. വെൽ സിനിമാസ് ആണ് എടുക്കുന്നത്. മുന്നേ പറഞ്ഞത് വെൽസിന്റെ പ്രോജക്ട്സിൽ ഇതുണ്ട് എന്നുള്ളത്. എന്തായാലും ഇതിന്റെ പൂജ നടന്നിട്ടുണ്ട്. അതിന്റെ കുറച്ച് ഫോട്ടോസും സ്റ്റിൽസൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും വൈറ്റും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ധനുഷ് എത്തിയിട്ടുള്ളത്. പിന്നെ കാർത്തിയുടെ 29ാമത്തെ പടം ആ പടത്തിന്റെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാണ്. തനക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഡയറക്ടറാണ് എടുക്കുന്നത്, തമിഴ് എന്ന് പറഞ്ഞിട്ടുള്ള ആള്. ഇതിൽ മ്യൂസിക് ചെയ്യാൻ പോകുന്ന സായി അഭ്യൻകറാണ്. DOP സത്യൻ സൂര്യനാണ് ചെയ്യുന്നത്. ഡ്രീം വേരിയ പിക്ചേഴ്സ് ആണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായാലും കല്യാണി പ്രിയദർശൻ ഉണ്ട് ഇതിൽ മെയിൻ കഥാപാത്രമായിട്ട് വേറെ. പിന്നെ കൂടാതെ നിവിൻ പോളിയും വരും എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. അതിന്റെ കാര്യം അറിയത്തില്ല. എന്തായാലും ഇതിന്റെ പൂജ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്റ്റിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ഈ പടത്തിന് ഒഫീഷ്യലായിട്ട് മുന്നേ പറഞ്ഞു കിട്ടിയിരുന്ന മാർഷൽ എന്നുള്ള പേര് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതാണ് പോസ്റ്റർ, ഗംഭീര പോസ്റ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ലോക ചാപ്റ്റർ 1 പറഞ്ഞിട്ടുള്ള വെഫാറർ ഫിലിംസിന്റെ യൂണിവേഴ്സ് തുടങ്ങാൻ പോകുന്ന പടമാണ്. അവിടത്തിന്റെ ടീച്ചർ വരാൻ പോകാന്നുള്ളതാണ് കേൾക്കുന്നത്. ചമ്മൻചാക്ക ആയിരിക്കും ടീച്ചറിന്റെ കട്ടൊക്കെ ചെയ്യുക. XBJയാണ് മ്യൂസിക് ചെയ്യുന്നത്. എന്തായാലും ഓണത്തിനാണ് പടത്തിന്റെ റിലീസ് വരുന്നത്. എന്തായാലും ഗംഭീരമാണെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ബാഹുബലി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇറങ്ങിയിട്ട് 10 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സെലിബ്രേഷൻ എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ കൂടിയിട്ട് ഒരു സംഭവം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കുറച്ച് സ്റ്റിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും പ്രഭാസും റാണാടക്കുപാട്ടിയും SS രാജമൗലിയൊക്കെ എന്തായാലും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പടം റിലീസിന് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. 2 പാർട്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട്. അത് ഒക്ടോബർ 31 ഇതിന്റെ റിലീസ് ഡേറ്റ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട് ഒഫീഷ്യലായിട്ട്. എന്തായാലും ബാഹുബലി ദ എപ്പിക് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും കിള്ളനാവട്ടെ, കുറെ സീൻസൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കട്ട് ചെയ്തിട്ട് സെറ്റായി വരും എന്ന് വിചാരിക്കാം. ഏകദേശം 4 മണിക്കൂറൊക്കെ ഡ്യൂറേഷൻ ഉണ്ടെന്നാണ് കേട്ടത്. പിന്നെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്തിന്റെ പടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് 6 മണിക്ക്. സെക്കൻഡ് സിംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജാക്കിട്ട് വരുന്ന പാട്ടാണ്. എന്തായാലും മോനിക്ക എന്നാണ് പാട്ടിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഇന്ന് ഒരു പ്രൊമോ കൂടി പുറത്തിറക്കി ഇട്ടിട്ടുണ്ട്. അതിൽ പുതിയതായിട്ടുള്ള ഷോട്ടൊന്നും കാണിച്ചിട്ടില്ല, പക്ഷെ പാട്ടിന്റെ വേറൊരു വരിയാണ് കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ആട് 3 എന്ന് പറഞ്ഞിട്ടുള്ള ടൈം ട്രാവൽ പടം എന്നുള്ളത് സൈജു കുറിപ്പ് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ 2 കാലഘട്ടം കാണിക്കേണ്ടതെന്നുള്ളതും ആൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് പാർട്ടിനായിട്ടും സെക്കൻഡ് പാർട്ടിനായിട്ടും രണ്ടും കൂട്ടി ചേർത്താലും അതിന്റെ ബഡ്ജറ്റിനായിട്ടും കൂടുതലാണ് ഇതിന്റെ ബഡ്ജറ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ആൾക്കാർ കുറേ ചിരിച്ച് അതിനായിട്ടും കൂടുതൽ ചിരിക്കാനുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗംഭീരമായി വരട്ടെ, വെയിറ്റ് ചെയ്യുന്ന ഒരു പടമാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.